എരുമപ്പെട്ടി വെള്ളറക്കാട് കൊല്ലൻപടിയിൽ കിടപ്പ് രോഗിയായ വയോധികയെ വീടിനകത്ത് കയറി കടിച്ചുകൊന്ന തെരുവുനായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. കഴുത്തിൽ ആഴത്തിൽ കടിയേറ്റതാണ് വയോധിക മരിക്കാൻ കാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. വ്യാഴാഴ്ച വൈകിട്ടാണ് നാടിനെ നടുക്കിയ ദാരുണ സംഭവം ഉണ്ടായത്. കാർത്യായനിയെയും മകനെയും വീടിനകത്ത് കയറി നായ ആക്രമിക്കുകയായിരുന്നു. മുഖവും കഴുത്തും ഉൾപ്പെടെ ശരീരമാസകലം കടിയേറ്റ കാർത്യായനി തൽക്ഷണം മരിച്ചു. കാലിൽ കടിയേറ്റ മകൻ ദേവദാസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആക്രമണകാരിയായ തെരുവുനായയെ വെള്ളിയാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് വെള്ളർക്കാട് പള്ളിക്ക് സമീപം വെച്ച് നാട്ടുകാരും പോലീസും ചേർന്ന് പിടികൂടിയത്. നായയെ വലയെറിഞ്ഞ് പിടികൂടുന്നതിനിടെ വീണ് സിവിൽ പോലീസ് ഓഫീസർ വിഷ്ണുവിന്റെ കൈക്ക് നേരിയ പരിക്കേറ്റു. പിടികൂടിയ നായ പിന്നീട് ചത്തു. മണ്ണുത്തി വെറ്ററിനറി കോളേജ് ആശുപത്രിയിൽ നടന്ന പരിശോധനയിൽ തെരുവുനായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. അതിനിടെ കാർത്യായനിയുടെ മരണകാരണം കഴുത്തിനേറ്റ ആഴത്തിലുള്ള നായയുടെ കടിയേറ്റ മൂലമാണെന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടന്ന പോസ്റ്റ്മോർട്ടത്തിൽ സ്ഥിരീകരിച്ചു. കാർത്യായനിയുടെ മൃതദേഹം വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചു. ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടികളും അടക്കം നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ചെറുതുരുത്തി ശ്മശാനത്തിൽ സംസ്കാരം നടത്തി. TCV ന്യൂസ്, എരുമപ്പെട്ടി.